മണി വ്യൂ ലോൺ റിജക്റ്റ് ആകുന്നത് എന്തുകൊണ്ട്? ഇത് 90% ആൾക്കാർക്കും അറിയാത്ത ഒരു വിഷയമാണ് ഈ മണി വ്യൂ ലോൺ റിജക്റ്റ് ആകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള 1-2 കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് മണി വ്യൂയിൽ വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ് ഈ മണി വ്യൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലോൺ റിജക്റ്റ് ആകുന്നത് കൂടുതലായി കണ്ടുവരാറുണ്ട് എന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കൂടി മനസ്സിലാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് മണി വ്യൂ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് ലോൺ റിജക്റ്റ് ആകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ കാരണം, അതല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നേരെ ഞാൻ മണി വ്യൂ എന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ നൽകുന്ന ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ് ഈ മണി വ്യൂ എന്നുള്ളത്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാത്തത് കാരണമാണ് നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ലോണുകൾ റിജക്റ്റ് ആകാനുള്ള കാരണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ലോണിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ സിബിൽ സ്കോർ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയുവാനുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ മണി വ്യൂ അതേപോലുള്ള ലോൺ ആപ്ലിക്കേഷനുകളിൽ നിന്ന് നമുക്ക് ലോൺ ലഭിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം സിബിൽ സ്കോർ ഉള്ള ഒരാളായിരിക്കണം. അതായത് 600 അതിന് മുകളിലേക്കോ സിബിൽ സ്കോർ ഉള്ളവർക്കാണ് ഇവർ ലോണുകൾ നൽകുന്നത്. ഈ കാര്യം ആദ്യം എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ലോൺ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഇതിനു മുന്നിൽ ലോൺ എടുത്തിട്ട് നിങ്ങൾ തിരിച്ചടയ്ക്കാതെ വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങളുടെ EMI ഏതെങ്കിലും മുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിലും നമുക്ക് ഇതേപോലുള്ള ലോൺ ആപ്ലിക്കേഷനുകളിൽ ഏത് ലോൺ ആപ്ലിക്കേഷനുകളിൽ കയറിയാലും നിങ്ങൾക്ക് പിന്നെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ലോണിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതി വെച്ചതിന് ശേഷം മാത്രം ലോണിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ട കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വരുമാനത്തിന് അനുസരിച്ചുള്ള ഒരു എമൗണ്ട് മാത്രമേ നിങ്ങൾ എപ്പോഴും ലോണിന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാവുന്ന ഒരു എമൗണ്ട് ആയിരിക്കണം നിങ്ങൾ ലോണിന് അപ്ലൈ ചെയ്യേണ്ടത്. അതല്ലാതെ ഒരുപാട് നിങ്ങൾക്ക് സാലറി പൊതുവെ കുറവാണ് എന്നിട്ടും നിങ്ങൾ വലിയ ലോൺ എമൗണ്ടുകൾക്ക് ശ്രമിക്കുമ്പോൾ ഇവർ ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് റിജക്റ്റ് എന്ന് പറഞ്ഞ് എഴുതി തരും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 1-2 പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിൽ കൂടുതൽ സമയം ചെലവഴിക്കരുത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മറ്റു ഒരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങളുടെ സിബിൽ സ്കോർ 600 അതിന് മുകളിലോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലുള്ള ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഉടനെ നിങ്ങൾ ഏതൊരു ആളുടെ അല്ലെങ്കിൽ ഏതൊരു യൂട്യൂബിലാണെങ്കിലും ശരി, അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ശരി, നിങ്ങൾ ലോണിന് സെർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലോണിൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ അതിനൊക്കെ മുന്നേ തന്നെ നിങ്ങൾ ലോൺ എടുക്കാൻ തയ്യാറാകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ സിബിൽ സ്കോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സിബിൽ സ്കോർ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ലോൺ ഇതേപോലെ റിജക്റ്റ് ആകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിലാണ് സിബിൽ സ്കോർ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ലോൺ റിജക്റ്റ് ആകും. അത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ KYC കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളുടെ ഈ ഒരു ലോൺ റിജക്റ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഈ ലോൺ ആപ്ലിക്കേഷനുകളിൽ പ്രോത്സാഹിപ്പിക്കുകയല്ല, പിന്നെ അത്യാവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോണിന് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലോണിന് ട്രൈ ചെയ്യുക, അല്ലാതെ വെറുതെ കയറി ആരും ട്രൈ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇതേപോലുള്ള ലോൺ ആപ്ലിക്കേഷനുകളിൽ പൊതുവേ നമ്മൾക്ക് പലിശ അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ വളരെ കൂടുതൽ ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ തന്നെ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ EMI കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതേപോലുള്ള ലോൺ ആപ്ലിക്കേഷനിൽ കയറി ലോൺ എടുക്കാൻ ശ്രമിക്കാവൂ. ഇതെൻ്റെ ഒരു അഭ്യർത്ഥന കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് ലോൺ ആപ്ലിക്കേഷനിൽ കയറുമ്പോഴും നമുക്ക് നമ്മളെ സിബിൽ സ്കോർ എത്രയാണെന്ന് നമ്മൾ മുൻകൂട്ടിയെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ KYC കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഷയം ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.